ഗായ്സ്, വെൽക്കം ബാക്ക്. എന്നെയുണ്ട് വിശേഷങ്ങളൊക്കെ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും വലിയ തിരക്കേടില്ലാതെ, ഒരു മിനിറ്റ് ലൈറ്റ് ഇടട്ടെ, വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നു. പിന്നെ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവില്ലേ, ഞാനെന്താ ഈ മഞ്ഞ തൊപ്പിയൊക്കെ വെച്ചുകൊണ്ട് മറ്റില്ലേ സിനിമയിൽ ചോദിക്കുന്ന പോലെ നീ എന്താ ഈ കത്തിവേഷത്തിൽ അങ്ങനെ വിചാരിക്കുന്നുണ്ടോ? ആക്ച്വലി രാവിലെ തൊട്ട് ഞാൻ വിചാരിക്കുന്നതാണേ, പുറത്ത് പോകണം, കുറച്ച് നേരമൊക്കെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് നടക്കണം, പറ്റുമെങ്കിൽ ഒരു വീഡിയോ എടുക്കണം എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട് രാവിലെ തൊട്ട്. പക്ഷേ അപ്പം അപ്പോഴേക്കും ഞാൻ വിചാരിക്കും കുറച്ചുകൂടെ ഒരു തെളിച്ചം വരട്ടെ. ഇപ്പം ഇരുണ്ട് കിടക്കുക, അപ്പം നമുക്കങ്ങനെ വീഡിയോ എടുത്താൽ അങ്ങനെ ക്ലാരിറ്റി ഉണ്ടാവില്ല. അപ്പം ഞാൻ വിചാരിക്കുക കുറച്ചുകൂടെ ഒന്ന് കഴിയട്ടെ, അങ്ങനെ കഴിയട്ടെ ഇച്ചിരൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞ് വിചാരിച്ച് ഇപ്പം ഇവിടെ 3 മണിയായിട്ടുണ്ട് വൈകിട്ട്. ഇനിയിപ്പോൾ പോകാനും പറ്റില്ല, കാരണം 3:30-4 മണിയാകുമ്പോഴത്തേനും ഇവിടെ കംപ്ലീറ്റ് ലൈറ്റും പോയി മൊത്തത്തിൽ ഇരുട്ടാവും. അപ്പോൾ അങ്ങനെ അപ്പം ഞാനിങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും പുറത്തു പോകാൻ പറ്റില്ല, എന്നാൽ പിന്നെ കുറച്ച് നേരം നിങ്ങളുടെ അടുത്ത് വർത്താനം പറയാമെന്ന് കരുതി ഞാൻ ഈ വീഡിയോ ഓൺ ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ, ഇവിടെ സൂര്യൻ ഉദിച്ചിട്ട് എത്ര ദിവസമായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് തോന്നുന്നു 1 മാസം കൊണ്ടായെന്ന് തോന്നുന്നു സൂര്യൻ എന്ന് പറയുന്ന ആൾ ഈ ഭാഗത്തേക്ക് വന്നിട്ട്. എന്തോ ഭയങ്കരമായിട്ട് ഒരു മൂടിക്കെട്ടി, മഴയാണെങ്കിൽ അതുമില്ല, ഈ മേഘം ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്, എന്നാൽ പെയ്യോ അതുമില്ല. പക്ഷേ ഇന്ന് എന്തായാലും മഴയായിരുന്നു കേട്ടോ, ഇന്ന് ഫുള്ള് മഴയായിരുന്നു. പക്ഷെ അല്ലാത്ത ദിവസങ്ങളിൽ എങ്ങനെയാണെന്നറിയോ, വെറുതെ ഇങ്ങനെ അങ്ങ് മൂടിക്കെട്ടി നിൽക്കുകയാണ്. ഒരു വെളിച്ചം എന്ന് പറയുന്നത് അങ്ങ് ഒരു ഡിമ്മ് ലൈറ്റ് എങ്ങനെയാ അതുപോലെ ഇവിടുത്തെ ഒരു കാലാവസ്ഥ ഇപ്പോഴത്തെ. ഇപ്പോൾ നല്ല ഭംഗിയൊക്കെ ഉണ്ട്, ബാക്ക് സൈഡ് നോക്കിയേ, നല്ല ഭംഗിയൊക്കെ ഉണ്ട് കാണാൻ. എന്തോ ഒരു നീല കളറിലെ ആകാശം പോലെ. ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേനും ഒരു നീല ആകാശം പോലെയൊക്കെ കാണുന്നു കേട്ടോ. ഈ കാലാവസ്ഥയും കൂടെ നല്ലതായിരുന്നെങ്കിലുണ്ടല്ലോ നമുക്ക് കുറച്ചും കൂടെ ലൈഫ് ഒന്ന് എൻജോയ് ചെയ്യുമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഈ തണുപ്പൊന്നും ഇല്ലാതെ, തണുപ്പുണ്ടായിക്കോട്ടെ കുഴപ്പമില്ല, തണുപ്പ് പിന്നെയും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, ഓക്കെ, സ്വെറ്ററൊക്കെ ഇട്ട് അല്ലെങ്കിൽ ജാക്കറ്റൊക്കെ ഇട്ട്. ഞാനിങ്ങനെ ഞങ്ങളുടെ ഈ ജനലിൽ കൂടി ഇങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോഴല്ലോ ഒരു കെയർ ഹോമാണ് കേട്ടോ ഇവിടെ. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ കണ്ടാൽ മനസ്സിലാകുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ തിരിച്ചു കാണിച്ചു തരാം കേട്ടോ. കണ്ടോ ഗൈസ്, ഇതിൻ്റെ ജനലിൻ്റെ ഗ്ലാസ്സിൽ കൂടെ ആണ് കേട്ടോ കാണുന്നത്, അതുകൊണ്ട് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടാവും എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്നാലും അത്യാവശ്യം കാണാമെന്ന് തോന്നുന്നു. ഈ കാണുന്നത് ഒരു കെയർ ഹോമാണേ. ഈ ഏരിയയിൽ ഏകദേശം ഒരു റിച്ച് കെയർ ഹോം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കേട്ടോ. ഈ കെയർ ഹോം കണ്ടായിരിക്കും കേട്ടോ നമ്മൾ മിക്കപ്പോഴും തന്നെ രാവിലെ, മിക്കപ്പോഴും അല്ല എല്ലാ ദിവസവും തന്നെ രാവിലെ എണീക്കുക ഈ കെയർ ഹോം കണ്ടിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് 2 വിൻഡോസ്, അല്ല 2 അല്ല 3 വിൻഡോസ് ഉണ്ട്. കിച്ചണിൽ തന്നെ 2 വിൻഡോസ് ഉണ്ട്. പിന്നെ ബെഡ്റൂമിൻ്റെ വിൻഡോയും ഫേസ് ചെയ്യുന്നത് ഈ കെയർ ഹോമിലേക്കാണ്. അപ്പോൾ ഞാനിങ്ങനെ എണീറ്റ് രാവിലെയൊക്കെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഈ കെയർ റൂമിൽ നോക്കുമ്പോഴത്തേനും ഞാനിങ്ങനെ ആലോചിക്കുന്നതാണ് കേട്ടോ, എവിടെ ആയിരിക്കും എൻ്റെ ഓൾഡ് ഏജ് ഒക്കെ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുമോ, ഓൾഡ് ഏജ് ഒക്കെ ആവുന്നിടം വരെ ഇവിടെ നിൽക്കുമോ, എന്നിട്ട് കെയർ ഹോമിൽ പോവോ, അതോ നാട്ടിൽ പോവോ, എങ്ങനെയാണ് എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും ഇവിടുത്തെ കെയർ ഹോമിൻ്റെ കാര്യങ്ങളൊക്കെ. ശരിക്കും പറഞ്ഞുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ നമ്മുടെ സിസ്റ്റം വേറെയല്ലേ, നമ്മൾ മക്കളുടെ കൂടെയൊക്കെ അല്ലേ നിൽക്കുക. ഇവിടെ ഇഷ്ടംപോലെ കെയർ ഹോംസ് ഉണ്ട് കേട്ടോ, അവിടെ ഇവിടെയൊക്കെ കെയർ ഹോംസാണ്. മിക്കപ്പോഴും പേഷ്യൻസ് നമ്മുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നത് ചിലപ്പം കെയർ ഹോംസിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ നഴ്സിംഗ് ഹോമിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ആയിരിക്കാം കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെയെന്ന് വെച്ചാൽ പേഷ്യൻ്റ് ലോങ് സ്റ്റേ ആണ്. അവർ ഒരു പ്രായമായി കഴിഞ്ഞ് കഴിയുമ്പം അവർക്ക് അവരുടേതായ കാര്യങ്ങൾ, അതായത് അവരുടെ ഡെയിലി ലൈഫിലുള്ള കാര്യങ്ങൾ, അവരുടെ പേഴ്സണൽ കെയർ അല്ലെങ്കിൽ അവരുടെ നീഡ്സ് ഒന്നും മീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊരു സ്റ്റേജ് എത്തുമ്പോഴത്തേനും ഇവരുടെ മക്കൾ തന്നെ, അല്ലെങ്കിൽ ഇവരുടെ റിലേറ്റീവോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിട്ട് ഇവരുടെ ബന്ധപ്പെട്ട ആൾക്കാർ അവരെ ഒന്നെങ്കിൽ കെയർ ഹോമിലോ ഒക്കെ ആക്കും. അങ്ങനെയാണ് അവിടുന്ന് അവർക്ക് എന്തെങ്കിലും അസുഖം എന്തെങ്കിലുമൊക്കെ വരുമ്പോഴാണ് ഇവർ നമ്മുടെ അടുത്ത് അഡ്മിറ്റായി വരുന്നത് കേട്ടോ, ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നത്. ഇവിടെ അങ്ങനെ ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാരെ അബ്യൂസ് ചെയ്യുന്നതായിട്ട് ന്യൂസിലൊക്കെ വരുന്നത് കുറവാണ്. ഉണ്ടെങ്കിൽ തന്നെ 1 or 2 ഒക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വല്ലപ്പോഴും ഒക്കെ റിപ്പോർട്ട് ചെയ്താലായി. ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല കേട്ടോ ഇവിടെ അങ്ങനെയൊക്കെ അബ്യൂസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പലർക്കും ഉണ്ടല്ലോ ഈ കെയർ ഹോമിനെ പറ്റി അത്ര നല്ല അഭിപ്രായമല്ല. അതായത് എല്ലാവരുടെയും ഒരു വിചാരം എന്ന് വെച്ചാൽ ഈ ഇവിടെയുള്ള ഇംഗ്ലീഷുകാർ അവർക്ക് സ്വന്തം അച്ഛനും അമ്മേനെയും നോക്കാൻ പറ്റാത്തതുകൊണ്ട് അവരൊരു കെയർ ഹോമിലോ അല്ലെങ്കിൽ നേഴ്സിംഗ് ഹോമിലോ ഒക്കെ കൊണ്ടുപോയി ആക്കുക എന്നാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെയും തന്നെ ചിന്ത കേട്ടോ. ഈവൻ ഞാൻ പോലും എനിക്ക് UK വരുന്നതിന് മുമ്പ് ഇവിടുത്തെ സിസ്റ്റത്തിനെ പറ്റിയൊക്കെ മനസ്സിലാകുന്നതിന് മുമ്പ് വരെയൊക്കെ എൻ്റെയും വിചാരം അത് തന്നെയായിരുന്നു. ഞാൻ വിചാരിച്ചിട്ടുണ്ടിരുന്നത് എന്താണെന്നറിയോ, എനിക്ക് ഈ കെയർ ഹോം എന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു പാപം ചെയ്യുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും തന്നെ ഉള്ള ഒരു മിസ്കൺസെപ്റ്റ് ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർ അവരുടെ അച്ഛനമ്മേനെ നോക്കാത്തത് കൊണ്ടൊന്നും അല്ല, അവരുടെ തിരക്കും ഒക്കെ കാരണം കുറച്ചും കൂടെ ബെറ്റർ കെയറും കരുതലും ഒക്കെ കെയർ ഹോമിൽ നിന്ന് കിട്ടുവാണെങ്കിൽ അതാണ് ഈ മാതാപിതാക്കൾ പ്രിഫർ ചെയ്യുന്നത്. ചിലപ്പോൾ ഈ മാതാപിതാക്കളായിരിക്കാം അവരോട് ചോദിക്കുന്നത് എനിക്ക് കെയർ ഹോമിൽ പോകാനാണ് താല്പര്യം. കാരണം ഇവിടുത്തെ സിസ്റ്റം എന്ന് വെച്ചാൽ ഇവരെല്ലാം ഇൻഡിപെൻഡൻ്റ് ആണ്. എല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്.
ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ. ഇപ്പം നമ്മൾ ഈ ഗൾഫ് കൺട്രീസിലോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ നമുക്കൊരു വീട്ടുജോലിക്ക് ഒരാളെ വെക്കാം ഇല്ലേ? നമുക്ക് എത്ര പൈസ ഉള്ളതിന് എത്ര പൈസ വേണേലും മുടക്കിയ ആളവിടെ റെഡിയാണ്. പക്ഷെ ഇവിടെ ഉണ്ടല്ലോ, നമ്മൾ 1,00,000 രൂപ കൊടുക്കാന്ന് പറഞ്ഞാൽ 2 ലക്ഷമോ 10 ലക്ഷമോ 1 കോടി കൊടുക്കാന്ന് പറഞ്ഞാൽ ഇവിടെ പറ്റൂല. അത് ഇവിടെ അടുക്കള പണിക്കൊന്നും വേറെ ഒരാളെ വെക്കാനോ ഒന്നും ഇവിടെ അലൗഡ് അല്ല. ഇവിടെ അവനവൻ്റെ ജോലി, അവനവൻ്റെ ഫുഡ് കഴിക്കണോ അവനവൻ ഉണ്ടാക്കി കഴിക്കുക, അവനവൻ്റെ തുണി അവനവൻ തന്നെ അലക്കാന്ന് മറ്റേ സിനിമയെ പറഞ്ഞ പോലെ ഈ അവനവൻ്റെ ദൈനംദിന കാര്യങ്ങളും അവനവൻ്റെ കാര്യങ്ങളൊക്കെ അവനവൻ തന്നെ നോക്കും. പിന്നെ അവർക്ക് എപ്പോഴും ഒറ്റയ്ക്ക് താമസിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഇവിടെ കൂടുതലും. കാരണം ഇവിടെ 18 വയസ്സിന് ശേഷം നമ്മൾ 18 വയസ്സാകുമ്പോഴത്തേനും അവർക്ക് പിള്ളേർ അവരുടേതായ, അതായത് ഒരു ജോലി കണ്ടെത്താൻ പുറത്ത് പോകും. ചിലപ്പോൾ അവർക്കൊരു പാർട്ട്ണർ ഉണ്ടായിരിക്കും, ആ പാർട്ട്ണറുടെ കൂടെ ആയിരിക്കും അവർ താമസിക്കുക. 18 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പാരൻസിൻ്റെ കൂടെ ആരും താമസിക്കാറില്ല. അങ്ങനെ അപ്പോൾ അവർ പിന്നെ ഇൻഡിപെൻഡൻ്റ് ആണ്, അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കുന്നു. പേരൻസിനൊക്കെ ഇവർ എപ്പോഴും പോയി കാണും, ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മളെപ്പോലെ ഒരു വീട്ടിൽ തന്നെ താമസിക്കുന്ന ആ ഒരു സിസ്റ്റം ഇവർക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ. അപ്പം ഇതൊക്കെ ഇവരിങ്ങനെ കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ തലമുറകളായിട്ട് ഇങ്ങനെ ശീലിച്ച് വരുന്ന അവരുടെ കൾച്ചറാണത്. അപ്പം എന്ത് വെച്ചാൽ മാതാപിതാക്കളുടെ കൂടെ താമസിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മളിപ്പം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നവരാണെങ്കിലും അവരോട് നമ്മൾ ചോദിക്കുമ്പം അവർ പറയാറുണ്ട്, ഞാൻ എൻ്റെ ചിൽഡ്രൻ്റെ കൂടെയാണ് താമസിക്കുന്നത് എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. അവർ അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. പീപ്പിൾ ഡിഫറെൻ്റ് അല്ലേ, എല്ലാ സ്ഥലത്ത് പോയാലും ജനങ്ങൾ ഡിഫറെൻ്റ് അല്ലേ. എന്തു പറയാ, എന്തോ ഒരു ചൊല്ലുണ്ടായിരുന്നു മറന്നുപോയി. പക്ഷേ അങ്ങനെയാണല്ലോ, എല്ലാവരും ഒരേപോലെ അല്ലല്ലോ, പലരും വ്യത്യസ്തരാണല്ലോ എല്ലാവരും. അങ്ങനെ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞാൻ എന്തിനാ ഇപ്പോൾ കെയർ ഹോമിൻ്റെ കാര്യം പറഞ്ഞതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ ഗൈസ്. എന്തോ ഇങ്ങനെ നോക്കി നിങ്ങളോട് എന്തൊക്കെയോ സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഫോൺ പിടിച്ച് വന്നതാണ് കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ താണ്ടിരിക്കുന്നു കെയർ ഹോം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എല്ലാവരും ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് കൂളായിട്ട് ചില്ലായിട്ട് ഇരിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാവേ. ബൈ ബൈ.